കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടനാടും മലനാടും തീരപ്രദേശവും അത് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയുള്ളതും പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങളെ കൊണ്ട് സമ്പന്നവുമായതുകൊണ്ട് തന്നെ ആവാം ഇതിൽ തീരവിജ്ഞാനീയം മാത്രമല്ല ഉള്ളത്. അതിനപ്പുറത്ത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ പ്രതിപാദിച്ചു പോകുന്ന ഒരുപാട് അടിസ്ഥാന മേഖലകളെ നന്നായി സ്പർശിച്ചു പോകുന്ന ഒരു പുസ്തകമാണ്. ഇതിൽ കാടിൻ്റെ പാട്ടുമുണ്ട്, കടൽപ്പാട്ടുമുണ്ട്. പല സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ പൊതുനാമധേയങ്ങളെ, പൊതുസംജ്ഞകളെ, പൊതുവായ വസ്തുതകളെ നന്നായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമെന്ന ഒരു സ്ഥാനം തന്നെ ഇതിന് കൊടുക്കണം. വളരെ ലളിതമായ, ആർക്ക് ഗ്രഹിക്കാവുന്ന ഭാഷയാണ്. വൈജ്ഞാനിക സാഹിത്യത്തിന് തികച്ചും ഗ്രഹിക്കാൻ പറ്റാത്ത കഠിനമായ ഭാഷ വേണമെന്ന് എവിടെയും പറഞ്ഞു വച്ചിട്ടില്ല എന്നുള്ളത് നല്ല കാര്യമായിട്ട് അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പല വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും ഞങ്ങളുടെ തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഒക്കെ വായിച്ച് നോക്കുമ്പോൾ അതിന് അടുത്ത് തന്നെ നമുക്കൊരു ഡിക്ഷണറി കൂടെ വേണം അതിനെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പോകാൻ. കടലോര കലാരൂപങ്ങൾ എന്ന പുസ്തകത്തിൽ നമുക്ക് അറിയാവുന്നതും സ്ഥിരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുമായതിൻ്റെ ശാസ്ത്രീയമായ അവതരണമുണ്ട്. അത് ഒരു വശത്ത്. എന്നാൽ പുതിയ തലമുറയ്ക്ക് ഒട്ടൊക്കെ അറിവേയില്ലാത്ത പിച്ചപ്പാട്ടിനെയും ദേവാസ്തവിളിയെയും വാളാട്ട പരിചകളിയെയും ശ്ലാമകരോളിനെയും കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ കടൽ വഞ്ചിപ്പാട്ടെന്ന ആ വഞ്ചിപ്പാട്ടിൻ്റെ ഒരു വകഭേദത്തെ കൃത്യമായിട്ട് ആദ്യമായിട്ടാണ് അടയാളപ്പെടുത്തപ്പെട്ട ഒരു പുസ്തകത്തിലൂടെ അത് പ്രതിപാദിച്ച് കാണാനായിട്ട് ഒരു വായനയുടെ തലത്തിൽ എനിക്ക് കഴിഞ്ഞത്. ഒപ്പം ഈ രംഗത്ത് നിൽക്കുന്ന ഒരുപാട് പേരെ മനോഹരമായ ഭാഷയിൽ വലിയ ശ്രമമെടുത്ത് അച്ഛൻ അവരുടെ പേരും അവരുടെ സംഭാവനകളും അവരുടെ ചരിത്രപരമായ അവരുടെ ഒരു പ്രാധാന്യവും എല്ലാം ഉൾപ്പെടുത്തി അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ ദാറ്റ്സ് എ വെരി റിയലി വണ്ടർഫുൾ വർക്ക് ഫാദർ. അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ എത്രമാത്രം ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ രണ്ട് തലത്തിൽ, ഒന്ന് വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ തലത്തിലും, രണ്ട് കലാരൂപങ്ങളുടെ അടയാളപ്പെടുത്തലിൻ്റെ തലത്തിലും വളരെ വ്യക്തമായ ലക്ഷ്യത്തോടെ, കൃത്യമായ പ്രതിബദ്ധതയോടെ, ആഴമേറിയ പഠനത്തോടെ, നിരന്തരമായ ധ്യാനത്തോടെ അദ്ദേഹം നടത്തിയ ഒരു വലിയ തപസ്സിൻ്റെ ഫലമാണ് ഈ രണ്ട് പുസ്തകങ്ങളും.